ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ആണ്. അതല്ല പ്രാക്ടീസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. ആനുവൽ ഇവാലുവേഷൻ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ടൈം 2 ഹവറാണ് അല്ലേ, 2 മണിക്കൂറാണ്. നിർദ്ദേശങ്ങൾ എന്താണ്? 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ആണ് കേട്ടോ. ആ സമയത്ത് ചോദ്യങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കുക. ആകെയുള്ള 8 പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും 6 പ്രവർത്തനങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ മതി. നിങ്ങൾക്ക് അറിയുന്ന 6 പ്രവർത്തനം എഴുതിയതിന് ശേഷം എന്താക്കുക, നിങ്ങൾ ബാക്കിയുള്ള 2 കൂടി എഴുതാൻ സമയം ഉണ്ടെങ്കിൽ എഴുതിക്കോളൂ കേട്ടോ. ദെൻ പ്രവർത്തനം 1 എന്താന്ന് നോക്കാം. ഒരു കുടുംബം ഭക്ഷ്യ ഉപഭോഗത്തിനും ഭക്ഷ്യേതര ഉപഭോഗത്തിനുമായി ഒരു നിശ്ചിത കാലയളവിൽ ചെലവഴിക്കുന്ന ആകെ തുകയാണിത് കുടുംബ ചെലവ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ പ്രതീക്ഷിത ചെലവ്, അപ്രതീക്ഷിത ചെലവ് എന്നിവയ്ക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി ഈ പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിത ചെലവ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? വിദ്യാഭ്യാസം, കറണ്ട് ബില്ല്, വെള്ളത്തിന്റെ ബില്ല്, അതൊക്കെ പ്രതീക്ഷിക്കുന്ന ചെലവ് അല്ലെ. ഭക്ഷണത്തിന്റെ ഇത് അല്ലെ, അതൊക്കെ എന്താണ്? പ്രതീക്ഷിക്കുന്ന ചെലവുകളാണ് അല്ലെ. അതുപോലെ എന്താണ് അപ്രതീക്ഷിത ചെലവ് എന്ന് പറയുന്നത്? എന്താണ്? അപകടം, പിന്നെന്താണ് വേറെന്താ? രോഗങ്ങൾ, വിലവർദ്ധനവ് അല്ലെ, അങ്ങനത്തെ ഒക്കെ ഇതാവും അല്ലെ. അപ്പൊ എന്തൊക്കെയാ നമുക്ക് പ്രതീക്ഷിത ചെലവ്? ആഹാരം, വൈദ്യുത ബില്ല്, പത്രം, വിനോദം, വസ്ത്രം, ഇതൊക്കെ പ്രതീക്ഷിക്കുന്ന ബില്ലുകളാണ് അല്ലെ, ചെലവുകളാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവ് ഏതാ? പ്രകൃതിക്ഷോഭം, രോഗങ്ങൾ, വിലവർദ്ധനവ്, മരണം, ഇതൊക്കെ എന്താണ്? അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവുകളാണ് അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? രണ്ടാമത്തെ ഇത് ബി. കുടുംബ ബജറ്റ് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തെല്ലാന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. എന്താണ്? വിവിധ വരുമാന സ്രോതസ്സുകൾ തിരിച്ചറിയുന്നു, വരവിനനുസരിച്ച് ചെലവ് ക്രമീകരിക്കുന്നു, മിതവ്യശീലം, അധിക ചെലവുകൾ തിരിച്ചറിഞ്ഞ് നിയന്ത്രിക്കാൻ സാധിക്കും, സ്വാശ്രയബോധം അല്ലെ, സ്വാശ്രയബോധം. അപ്പൊ ഇതിൽ ഏതെങ്കിലും 3 എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ അത് എഴുതുക കേട്ടോ. പ്രവർത്തനം 2 എന്താ നോക്കിയേ. ദക്ഷിണാഫ്രിക്കൻ സ്വാതന്ത്ര്യ സമരം കൊളാഷ് നിരീക്ഷിക്കുക. ഗ്രേറ്റ് ട്രക്ക്, 1ാം ബൂവർ യുദ്ധം, കോളനിവൽക്കരണം. നോക്കൂ ക്വസ്റ്റ്യൻ എന്താണ്? ദക്ഷിണാഫ്രിക്കയിലെ ആദിമ നിവാസികളായിരുന്ന ജനവിഭാഗങ്ങൾ ഏതെല്ലാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതെല്ലായിരുന്നു? സാൻ ഗോസ അല്ലെ, സാൻ ഗോസയാണ് ആദ്യത്തെ ആദിമ നിവാസികൾ അല്ലെ. നെക്സ്റ്റ് എന്താണ്? മുകളിൽ കൊടുത്ത കൊളാഷ് നിരീക്ഷിച്ച് ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ്? ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് കുറിപ്പ് ചെയ്തുക. കോളനിവൽക്കരണമാണ് ഏതെങ്കിലും ഒരു രാജ്യം മറ്റൊരു പ്രദേശത്തെയും അവിടുത്തെ ജനങ്ങളുടെയും മേൽ അധികാരം സ്ഥാപിച്ച് രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിനെയാണ് കോളനിവൽക്കരണം എന്ന് പറയുന്നത്. ഗ്രേറ്റ് ട്രക്ക്, ബ്രിട്ടൻ നടപ്പിലാക്കിയ നയങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ കേപ്പ് കോളനിയിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് ബൂവറുകൾ നടത്തിയ പലായനമാണ് ഗ്രേറ്റ് ട്രക്ക്. ഗ്രേറ്റ് ട്രക്കിനെ തുടർന്ന് ബൂവറുകൾ ട്രാൻസ്വാൾ, ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റ്, നേറ്റാൽ എന്നിവിടങ്ങളിൽ റിപ്പബ്ലിക്കുകൾ സ്ഥാപിച്ചു. ഇനി 1ാം ബൂവർ യുദ്ധം 1880-81 അല്ലെ. ദക്ഷിണാഫ്രിക്കയുടെ വിവിധ പ്രദേശങ്ങളിൽ സ്വർണ്ണ വജ്രഖനികൾ കണ്ടുപിടിക്കപ്പെടുന്നു. ഖനികൾ ഉൾപ്പെട്ടിരുന്ന ബൂവർ റിപ്പബ്ലിക്കുകൾ ബ്രിട്ടൻ അധീനതയിലാക്കാൻ ശ്രമിക്കുന്നു. കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഭരണം വ്യാപിപ്പിക്കാൻ ബ്രിട്ടൻ ശ്രമിക്കുന്നു. യുദ്ധത്തിൽ വിജയിച്ച ബൂവറുകൾ ദക്ഷിണാഫ്രിക്കൻ റിപ്പബ്ലിക് രൂപീകരിക്കുന്നു. ഏതെങ്കിലും എഴുതുക കേട്ടോ. ഏതെങ്കിലും ഒരെണ്ണം എഴുതുക കേട്ടോ. ഏത്? ഈ കോളനിവൽക്കരണോ ഗ്രേറ്റ് ട്രക്കോ അല്ലെങ്കിൽ 1ാം ബൂവർ യുദ്ധത്തിൽ ഏതെങ്കിലും ഒന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? ഇതിനെ കുറിച്ച് കുറിപ്പ് എഴുതുക അല്ലെ. ഇനി പ്രവർത്തനം 3 നമുക്ക് ചുറ്റും കാണുന്ന ഓരോ കല്ലിനും ഓരോ കഥ പറയാനുണ്ടാവും അല്ലെ. വലിയ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ധാരാളം സ്മാരകങ്ങളുടെ അവശേഷിപ്പുകൾ നമ്മുടെ പൂർവികർ ഇവിടെ ഉപേക്ഷിച്ചു പോയിട്ടുണ്ട്. മഹാശില കാലഘട്ടത്തിൽ ശവസംസ്കാരത്തിൽ ഉപയോഗിച്ചിരുന്ന വലിയ കളിമൺ ഭരണികളാണ് എന്ത് മഹാശില കാലഘട്ടത്തിൽ ശവസംസ്കാരത്തിൽ ഉപയോഗിച്ച വലിയ കളിമൺ ഭരണികൾ ഏതാ? നന്നങ്ങാടികൾ അല്ലെ. ഓക്കെ, ഇടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? വയനാട്. പ്രാദേശിക ചരിത്ര രചനയെ സഹായിക്കുന്ന സ്രോതസ്സുകൾ എന്തെല്ലാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? നാട്ടറിവുകൾ, ആചാരാനുഷ്ഠാനങ്ങൾ, പാട്ടുകൾ, പ്രാദേശിക നിരീക്ഷണം, ഓർമ്മകൾ, സ്ഥലനാമ ചരിത്രങ്ങൾ, പിന്നെന്താ ആധാരങ്ങൾ, ഔദ്യോഗിക രേഖകൾ അല്ലെ. ഏതെങ്കിലും 6 എഴുതുക. ഇനി പ്രവർത്തനം 4 ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ കുറിച്ചുള്ള വിവരങ്ങൾ വിദൂരതയിൽ നിന്ന് സ്പർശബന്ധം കൂടാതെ ഉപകരണങ്ങളുടെ സഹായത്തോടെ ശേഖരിക്കുന്ന രീതിയാണ് വിദൂര സംവേദനം എന്ന് പറയുന്നത്. വിമാനത്തിൽ ഉറപ്പിച്ചിട്ടുള്ള ക്യാമറയുടെ സഹായത്തോടെ ആകാശത്തു നിന്നും ഭൗമോപരിതല സവിശേഷതകളുടെ ചിത്രങ്ങൾ പകർത്തുന്ന രീതിക്ക് പറയുന്ന പേരെന്താണ്? എന്താണ് ചോദ്യം? വിമാനത്തിൽ ഉറപ്പിച്ചിട്ടുള്ള ക്യാമറയുടെ സഹായത്തോടെ ആകാശത്തു നിന്നും ഭൗമോപരിതല സവിശേഷതകളുടെ ചിത്രങ്ങൾ പകർത്തുന്ന രീതിക്ക് പറയുന്ന പേരെന്താണ്? അന്താകാശീയ
വിദൂര സംവേദനം അല്ലെ. ഓക്കെ. ദെൻ രണ്ടാമത്തെ എന്താണ് അതിൽ വരുന്നത്? ആധുനിക ലോകത്ത് വിദൂര സംവേദനത്തിന് അനന്ത സാധ്യതകൾ ആണുള്ളത്. 2 സാധ്യതകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് ചോദ്യം? ആധുനിക ലോകത്ത് വിദൂര സംവേദനത്തിന് അനന്ത സാധ്യതകൾ ആണുള്ളത്. 2 സാധ്യതകൾ എഴുതുക. അപ്പൊ എന്താണ്? കാലാവസ്ഥാ പഠനത്തിന്, കാർഷിക മേഖലയിലെ പഠനത്തിന്, പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായ പ്രദേശങ്ങളെ കുറിച്ചുള്ള വിവര ശേഖരണത്തിന്, പ്രകൃതി വിഭവങ്ങളുടെ ലഭ്യത മനസ്സിലാക്കുന്നതിന് ഏതെങ്കിലും 2 എഴുതുക. അടുത്ത സി എന്താണ്? തന്നിരിക്കുന്ന കേരളത്തിന്റെ ഭൂപടം പരിശോധിച്ച് ഭൂപട വായനക്ക് ആവശ്യമായ ഘടകങ്ങൾ ഏതെല്ലാം എന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും 4 എഴുതുക. ഇതിൽ എന്തൊക്കെയാ തന്നിരിക്കുന്നത്? എന്താണ് തന്നിരിക്കുന്ന ഈ കേരളത്തിന്റെ ഭൂപടം അല്ലെ, അത് പരിശോധിച്ച് ഭൂപട വായനക്ക് ആവശ്യമായ ഘടകങ്ങൾ അതെല്ലാം കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിലെന്താണ്? തലക്കെട്ട് തന്നിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാ അവിടെ തന്നത്? ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? തലക്കെട്ട്, തോത്, അക്ഷാംശ രേഖകൾ, രേഖാംശ രേഖകൾ, അംഗീകൃത നിറങ്ങൾ, ചിഹ്നങ്ങൾ, സൂചിക അല്ലെ. ഇതിലേതെങ്കിലും 4 എഴുതുക. ഓക്കെ. ദെൻ അടുത്ത ചോദ്യം എന്താ? പ്രവർത്തനം 5 പ്രത്യേക സൗകര്യ സംവരണ നിയമവുമായി ബന്ധപ്പെട്ട് ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ചില മുന്നറിയിപ്പ് ബോർഡുകൾ വർണ്ണവിവേചനത്തിലെ സാമൂഹിക അവസ്ഥ പ്രകടമാക്കുന്നു. വർണ്ണവിവേചനം എന്നാൽ എന്ത്? എന്താണ് വർണ്ണവിവേചനം എന്ന് പറഞ്ഞാല്? കറുത്ത വർഗക്കാർക്ക് എതിരെ വംശീയമായും സാമ്പത്തികമായും ഏർപ്പെടുത്തിയ വേർതിരിക്കലിന്റെ സാമൂഹിക ക്രമമാണെന്ത്? വർണ്ണവിവേചനം. ബി. ദക്ഷിണാഫ്രിക്കയിൽ നടപ്പാക്കിയിരിക്കുന്ന നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ കറുത്ത വർഗക്കാർ അഭിമുഖീകരിക്കേണ്ടി വന്ന ജീവിതാവസ്ഥയെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. എന്താണ്? ദക്ഷിണാഫ്രിക്കയിൽ നടപ്പാക്കിയിരിക്കുന്ന നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ കറുത്ത വർഗക്കാർ അഭിമുഖീകരിക്കേണ്ടി വന്ന ജീവിതാവസ്ഥയെ കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ്? പാസ് നിയമങ്ങൾ, ഗ്രൂപ്പ് ഏരിയ നിയമങ്ങൾ, ജനസംഖ്യ രജിസ്ട്രേഷൻ നിയമങ്ങൾ, ബാൻഡ് അധികാര നിയമങ്ങൾ, പ്രത്യേക സൗകര്യ സംവരണ നിയമങ്ങൾ, ബൻഡ് വിദ്യാഭ്യാസ നിയമങ്ങൾ എന്നിവ കൊണ്ട് ആഫ്രിക്കൻ ജനത അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എഴുതിയിരിക്കുക. അതൊക്കെ വെച്ചിട്ട് എന്താക്കുക? നിങ്ങൾ ആഫ്രിക്കൻ ജനത അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എന്താക്കുക? എഴുതുക. ഓക്കെ. ദെൻ അടുത്ത എന്താണ്? പ്രവർത്തനം 6 കേട്ടോ. ചരിത്രത്തെ കുറിച്ച് നമുക്ക് വിവരം നൽകുന്ന എന്തിനേയും ചരിത്ര രചന സ്രോതസ്സുകൾ എന്ന് വിളിക്കുക അല്ലെ. പ്രധാന പുരാവസ്തു ശാസ്ത്രപരമായ സ്രോതസ്സുകൾ എന്തെല്ലാം? പദസൂര്യം പൂർത്തിയാക്കാൻ. എന്താണ് പ്രധാന പുരാവസ്തു ശാസ്ത്രപരമായ സ്രോതസ്സുകൾ ഏതെല്ലാം? ഈ പദസൂര്യം പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പുരാവസ്തു ശാസ്ത്രപരമായ സ്രോതസ്സുകൾ? ഏതൊക്കെ? ഗുഹകൾ, പുരാലിഖിതങ്ങൾ, പിന്നെന്തൊക്കെയാണ്? കൊട്ടാരങ്ങൾ, ശിലാസ്മാരകങ്ങൾ, നാണയങ്ങൾ. ഇതൊക്കെ എന്താണ്? ഈ ചിത്രരചന സ്രോതസ്സുകളാണ് അല്ലെ. പുരാവസ്തുപരമായ സ്രോതസ്സുകളാണ് ഇതൊക്കെ അല്ലെ. കേരളത്തെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ള ചില വിദേശ സഞ്ചാരികളുടെ പേരുകളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം വിദേശ സഞ്ചാരി അബ്ദുൾ റസാഖ് ഉണ്ട്. അവരുടെ രാജ്യം ഏതാണ്? അബ്ദുൾ റസാഖിന്റെ രാജ്യം പേർഷ്യ അല്ലെ. പിന്നെ മാർക്കോ പോളന്റെ വെനീസ്, മെഗസ്തനീസ് ഗ്രീസ്, ഇബ്നു ബത്തൂത്ത മൊറോക്കോ അല്ലെ. അതൊക്കെ പഠിച്ചിട്ട് എഴുതുക കേട്ടോ. നെക്സ്റ്റ് എന്താണ്? സി എന്താ നോക്കിയേ? ഒരു പ്രധാന ചരിത്ര സ്രോതസ്സാണ് നാണയങ്ങൾ. നാണയങ്ങളിൽ നിന്ന് നമുക്ക് എന്തെല്ലാം വിവരങ്ങൾ ലഭിക്കുന്നു? നാണയങ്ങളിൽ നമുക്ക് എന്തൊക്കെ വിവരം ലഭിക്കുന്നു? നാണയം നിർമ്മിക്കപ്പെട്ട കാലഘട്ടം, നാണയം പുറത്തിറക്കിയ ഭരണാധികാരികൾ, നാണയം നിർമ്മിക്കാൻ ഉപയോഗിച്ച ലോഹം, അതൊക്കെ എന്താണ് നാണയത്തിനെ കുറിച്ച് നമുക്ക് കിട്ടുന്ന വിവരങ്ങളാണ് അല്ലെ. ഇനി പ്രവർത്തനം 7 നോക്കൂ. ഉത്ഭവ സമയത്ത് ചുട്ടുപഴുത്ത അവസ്ഥയിലായിരുന്ന ഭൂമി കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് സാവധാനം തണുത്തു. ഈ പ്രക്രിയയിലൂടെ ഭൂമിയുടെ ഉള്ളിലുണ്ടായിരുന്ന വാതകങ്ങൾ പുറത്തേക്ക് വന്നു. ക്രമേണ ഭൂമിക്ക് ചുറ്റും നിരവധി വാതകങ്ങളുള്ള വായുവിന്റെ ഒരു ആവരണം ഉണ്ടായി. ഭൂമിയെ ആവരണം ചെയ്യപ്പെടുന്ന ഈ വാതക പുതപ്പാണെന്ത്? അന്തരീക്ഷം. അപ്പൊ അതിലുള്ള ക്വസ്റ്റ്യൻ എന്താണ്? എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നത്? എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നത്? വാഹനങ്ങളുടെ അമിത ഉപയോഗം, പ്ലാസ്റ്റിക്കുകളുടെ അമിത ഉപയോഗം, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കല്, വ്യവസായശാലകളിലെ പുക, പിന്നെ വനനശീകരണം, അങ്ങനെ അല്ലേ. അതൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ. നെക്സ്റ്റ് എന്താ നോക്കൂ? പ്രവർത്തനം പിന്നെന്താണ്? അന്തരീക്ഷ മലിനീകരണം തടയുന്നതിനായി നമുക്ക് എന്തെല്ലാം ചെയ്യാനാകും? അന്തരീക്ഷ മലിനീകരണം തടയുന്നതിനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനാകും? പൊതുവാഹനങ്ങൾ ഉപയോഗിക്കുക അല്ലെ. എല്ലാവർക്കും ഓരോ പ്രൈവറ്റ് വാഹനങ്ങൾ ആവാക്കാതെ എന്താണ് ബസ്, പിന്നെ അതുപോലെ ട്രെയിന്, അങ്ങനത്തെ പൊതുവാഹനങ്ങൾ ഉപയോഗിക്കുക. പിന്നെ കാൽനട യാത്ര, വൈദ്യുതി ഉപയോഗം നിയന്ത്രിക്കുക, മാലിന്യങ്ങൾ കത്തിക്കാതിരിക്കുക, സൈക്കിൾ ഉപയോഗം വർദ്ധിപ്പിക്കൽ, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക അല്ലെ. അതൊക്കെ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? അന്തരീക്ഷ മലിനീകരണം തടയുന്നതിനായിട്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഏത് ദിനമാണ് ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത്? ഏത് ദിനമാണ് ലോക ഓസോൺ ദിനം?
സെപ്റ്റംബർ 16 അല്ലേ? ഓക്കെ. ദെൻ നെക്സ്റ്റ് എന്താണ്? പ്രവർത്തനം 8 ആണ് കേട്ടോ. ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണെന്ത്? ഇന്ത്യയുടേത്. ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത് 1949 നവംബർ 26-നാണ്. നമ്മുടെ ഭരണഘടനയിൽ 22 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളും ഉണ്ടായിരുന്നു. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്? 1950 ജനുവരി 26 അല്ലേ? ദെൻ ബി എന്താ നോക്കിയേ? ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ അല്ലെ? ഡോക്ടർ BR അംബേദ്കർ. ദെൻ നെക്സ്റ്റ് എന്താണ്? ഡോക്ടർ അംബേദ്കർ ആയിരുന്നു എന്ത്? ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ അല്ലെ? അംബേദ്കർ അല്ലെ? നമ്മുടെ ഭരണഘടനയുടെ 3 സവിശേഷതകൾ എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? പാർലമെന്ററി ജനാധിപത്യ ഭരണം, ജനങ്ങളുടെ പരമാധികാരം, മൗലിക അവകാശങ്ങൾ, മൗലിക കടമകൾ, നിയമവാഴ്ച, ഫെഡറലിസം, ഏക പൗരത്വം. ഓക്കെ, ഇതൊക്കെയാണ് എന്ത്? നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകൾ അല്ലേ? ഏതെങ്കിലും 3 എഴുതുക. ഓക്കെ, അപ്പോൾ അത്രയുള്ള പ്രവർത്തനം 8 വരെയാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ എന്താക്കുക? നന്നായി പഠിച്ച് എക്സാം എഴുതുക കേട്ടോ. ഓക്കെ, എളുപ്പമാണ്. അതുകൊണ്ട് എന്താക്കുക? പഠിച്ചാൽ നമുക്ക് എന്തും എളുപ്പമാണ് അല്ലേ? അപ്പം മനസ്സിലാക്കുക. കാണാപ്പാഠം പഠിക്കുകയല്ല, നമുക്ക് ഡേറ്റും ഇതൊക്കെ കാണാപ്പാഠം പഠിക്കേണ്ടി വരും. പിന്നെ എന്താക്കുക? നമ്മളതായിട്ടുള്ള രീതിയിൽ നമ്മൾ ഇത് നന്നായി മനസ്സിലാക്കുക, പഠിക്കുക. ഓക്കെ, താങ്ക്